കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ. കാണുന്നു ഞാൻ യാഹിൽ. പ്രൈസ് ലോർഡ്. ഏവർക്കും ചിന്താശകലം മോർണിംഗ് മെസ്സേജിലേക്ക് സ്വാഗതം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. റോമാലേഖനം 1:11 നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീകവരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിനെ, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളുടെ കൂടെ എനിക്കും ആശ്വാസം ലഭിക്കണതിനെ നിങ്ങളെ കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു. എന്നെ ചിന്തിപ്പിച്ചൊരു വാക്ക് പറയുന്നത്, വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, ആത്മിക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്. മറ്റുള്ളവർക്ക്, നമ്മുടെ കൂട്ടായ്മക്കാർക്ക്, കുടുംബക്കാർക്ക്, ദേശക്കാർക്ക് എന്തെങ്കിലും ആത്മീകമായ ആകത്തുക അല്ലെങ്കിൽ ആത്മീയമായ വരങ്ങൾ, അനുഗ്രഹങ്ങൾ നമുക്ക് കൊടുക്കുവാൻ സാധിക്കണം. നമ്മൾ വചനത്തിൻ്റെ മൂല്യങ്ങളിലേക്ക് അല്ലെങ്കിൽ വചനത്തിൻ്റെ വളർച്ചയിലേക്ക് നമ്മൾ വരുംതോറും മറ്റുള്ളവരെ ആത്മീയമായി ബലപ്പെടുത്തുവാനും അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. ഇന്നത്തെ അവസ്ഥകൾ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ കാലമായിട്ട് ആത്മീയശുശ്രൂഷ നിൽക്കുന്ന വ്യക്തികൾ പോലും ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ ആകെ കുഴഞ്ഞ് മറിഞ്ഞ് നിരാശപ്പെട്ട് ശുശ്രൂഷയില്ല, കൂട്ടായ്മയില്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ്. ബലമില്ല, ആത്മീയ വളർച്ചയില്ല, ഭൗതിക വളർച്ച ഒത്തിരിയുണ്ട്. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിലെ ആത്മീയ ശുശ്രൂഷകളിൽ, ആത്മീയമായ കാര്യങ്ങളിൽ, വചനത്തിൽ നമ്മൾ വളരുമ്പോഴാണ് നമുക്ക് ആത്മീയ ബലം നമുക്ക് പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ പ്രതികൂലം വരുമ്പോൾ ചൂളിപ്പോകുന്നു? ഉള്ളിൽ ആത്മീയതയില്ല, ആത്മാവിൻ്റെ കത്തലുണ്ടായിട്ടില്ല. സ്തോത്രം. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ശുശ്രൂഷകളിൽ ശുഷ്കിച്ചു പോകുന്നു. ഭൗതികത വർദ്ധിക്കുമ്പോൾ, സഹോദരന്മാരെ യാത്ര ചെയ്യുമ്പോൾ അധികം ഷെയർ ചെയ്തൊരു സംഭവം വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഷാജി ബ്രദറെ, എനിക്ക് കഴിഞ്ഞ കാലങ്ങളെ പോലെ എനിക്ക് വചനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കാൻ സാധിക്കുന്നില്ല. അതേ ഒരു കോടീശ്വരനാണ്, ബിസിനസ്മാനാണ്, രക്ഷിക്കപ്പെട്ട സഹോദരനാണ്. അദ്ദേഹത്തിന് പറയുന്നത്, എനിക്ക് പഴയതുപോലെ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, ആത്മീയ ശുശ്രൂഷകളിൽ, ആത്മീയമായ കാര്യങ്ങളിൽ ശുഷ്കാന്തി കാണിക്കുവാൻ സാധിക്കുന്നില്ല. അതിനർത്ഥം ഉള്ളിലൊന്നുമില്ല എന്നർത്ഥം. ഉള്ളിലുള്ളതെല്ലാം പിശാച് കീഴടക്കി വെച്ചു. ഉള്ളിൽ അവനെ ഭൗതികതയെക്കുറിച്ച്, ലോകത്തെക്കുറിച്ചുള്ള ധനസമ്പാദ്യവും മോഹങ്ങളും സ്ഥാനങ്ങളും അതിനെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിൽ അവനാക്കി വെച്ചു. ആത്മീയ ശുശ്രൂഷയിൽ പുറകോട്ട് പോയി. എന്ത് സംഭവിച്ചു? ഉണർവില്ലാത്ത അവസ്ഥയായി. വചനത്തിൽ ഒരു വ്യാപ്തിയില്ല, ഡെപ്തില്ല. സ്തോത്രം. നമുക്ക് ആത്മീയ ശുശ്രൂഷകളിൽ വർഷങ്ങൾ നമ്മൾ പിന്നിടുമ്പോഴും ഒരു പറ്റം സമൂഹത്തെ നമുക്ക് ആത്മീയമായി വളർത്തുവാൻ നമുക്ക് സാധിക്കണം. ഈ പഴയ പാട്ട് തന്നെ പാടിയിട്ട് കാര്യമില്ല. പുത്തൻ പാട്ട്, പുതിയ പാട്ടിന് നാവിൽ തന്നു എന്ന് ദാവീദ് പറഞ്ഞ പോലെ ഒരു പുത്തൻ ഉണർവും ഒരു പുത്തൻ അഭിഷേകവും നമുക്ക് ഈ കാലങ്ങളിൽ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ കൺവെൻഷനുകളിൽ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് സ്റ്റേജിൻ്റെ മഹത്വങ്ങളും സ്റ്റേജ് ഡെക്കറേഷനും വിവിധ കളർഫുള്ളായിട്ടുള്ള ലൈറ്റ് അടിക്കുന്നതൊക്കെയാണ് ഇന്നത്തെ കൺവെൻഷനുകളിലെ താരമ നിൽക്കുന്നത്. എന്തുവാ അത്?
പടംകാട്ടി പ്രസംഗമാണ്, പടംകാട്ടി വേലയാണ്. ഞാൻ ഒരു മിഷൻ സംഘടനയുടെ ഒരു മീറ്റിങ്ങിൽ പോയപ്പോൾ സിനിമ സ്റ്റാറാണ് പാട്ട് പാടുന്നത്. സിനിമയിൽ പാടുന്നയാളാണ് പാടുന്നത്, ക്രിസ്ത്യ പാട്ടാണ് പാടുന്നത്. അവൻ സിനിമ സ്റ്റാറാണ്. എങ്ങനെയാണ് ഒരു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പാരമ്പര്യ പെന്തക്കോസ്ത് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു സിനിമ പാട്ട് പാടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്? അതിനർത്ഥം ഉള്ളിൽ ആത്മീയതയില്ല. ആ വ്യക്തിയെയാണ് ഈ മിഷൻ സംഘടന ജനത്തിന് മുമ്പിൽ കാണാൻ കൊടുത്തിരിക്കുന്നത്, ആളെ കൂട്ടാൻ. ശുശ്രൂഷ പറയുന്നത് ആളെ കൂട്ടലല്ല കേട്ടോ. വലിയ മീറ്റിംഗ് നടത്തി, വലിയ സ്റ്റേജ് ഇട്ടു, ഇതൊന്നല്ല നമ്മുടെ വിഷയം. വിഷയം പറയുന്നത് ആത്മാക്കളെ വിരിച്ചിറക്കൽ, ആത്മാക്കളെ വിരിയിപ്പിക്കുക, ആത്മാക്കളെ പണിയുക. ഇതാണ് നമ്മുടെ ചിന്താവിഷയം. വലിയ മീറ്റിംഗ് നടത്തി, സ്റ്റേജ് AC ആക്കി, പരവതാനി വിരിച്ചു, നല്ല വലിയ വലിയ പ്രസംഗം കൊടുന്ന് പ്രസംഗിപ്പിച്ചു, ഒക്കെ നന്നായിരിക്കാം. പക്ഷെ അതിൻ്റെ ഫലം എന്താണ്? എന്തുകൊണ്ട് നമുക്കൊരു നേട്ടമുണ്ടായി? ജനദൗത്യം ഏറ്റെടുത്തുവോ? ഇത്യാദി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒത്തിരി മീറ്റിങ്ങുകൾ നമ്മുടെ മിഷനും മറ്റ് സംഘടന നടത്താറുണ്ട്. പക്ഷേ അതിന് പിന്നിലുള്ള ചേതോവികാരം എന്ന് പറയുന്നത്, അതിലുണ്ടാകേണ്ട ആത്മീയ ഫലം എന്ന് പറയുന്നത്, ആത്മീയ ശുശ്രൂഷയിൽ നമുക്ക് എത്രമാത്രം വളർച്ച ഉണ്ടായി എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മൾ നേതൃത്വം കൊടുക്കുന്ന VOC ചാനൽ, ഒരു ചാനൽ ഉണ്ടായെന്നല്ല അല്ല ഉദ്ദേശിക്കേണ്ടത്. അതിൽ ആത്മീയ ശുശ്രൂഷയിൽ ആത്മാക്കൾക്ക് പ്രചോദനം കൊടുക്കുന്ന ദൂതുകൾ കൈമാറുവാൻ നമ്മുടെ ചാനൽ സാധിക്കുന്നുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. പ്രാർത്ഥിക്കാം. പ്രത്യേകം എറണാകുളത്ത് ആക്സിഡൻ്റ് പെട്ട് മരിച്ച ആ കുടുംബത്തെ, ആ യുവ സഹോദരൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്നലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നാളെ നമുക്ക് PPCയുടെയും UPF കുന്നോളത്തിൻ്റെയും സംയുക്ത മീറ്റിംഗ് ഉണ്ട്, പ്രത്യേകം പ്രാർത്ഥിക്കാം. അടുത്ത തിങ്കളാഴ്ച രാജസ്ഥാൻ ഗുജറാത്ത് യാത്രയുണ്ട്. എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി തീരാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. നിങ്ങൾക്ക് നൽകിയ ആയുസ്സിനായും ആരോഗ്യത്തിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ ആത്മീയ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ആത്മീയ നൽവരങ്ങളെ കൊടുക്കുവാൻ, അവരെ അനുഗ്രഹിക്കുവാൻ, അവർ ക്രിസ്തുവിൽ വളർത്തുവാൻ, അവർ ആത്മീയമായ കർത്താവെ പ്രചോദനം കൊടുക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തിയാട്ടെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപകളാ നിറയ്ക്കുന്ന പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പോരാട്ടം വിടുവിക്കണമേ, കൃപയെ സൂക്ഷിക്കണമേ. യേശു അപ്പൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.